നിന്റെ ചെറുതി കാച്ചതാ? പിന്നല്ലാതെ എൻ്റെ അച്ചായ അവളുടെ വാറ്റ്. അവളെന്റെ മഹാലക്ഷ്മി അച്ചായ, മഹാലക്ഷ്മി. മഹാലക്ഷ്മി പോയിട്ട് ഒരു കുഞ്ഞലക്ഷ്മി പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതെങ്ങനെ? കാർന്നോമാരുടെ കയ്യിലിരിപ്പം അങ്ങനെയല്ലേ? കുടുംബത്തുണ്ടായിട്ടുള്ള സന്തതി പരമ്പരകൾ മുഴുവൻ കണ്ടവൻ്റെ മുതൽ മുട്ടിച്ചല്ലേ ജീവിക്കുന്നത്. കള്ളനും കാവടിയും ആരെങ്കിലും പെണ്ണു കൊടുക്കൂ? അല്ല അച്ചായ, ഈ അടിപിടിയും ചില്ലറ മോഷണമല്ലാതെ വെട്ടും കുത്തൊന്നും അച്ഛൻ ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, വണ്ടിക്കകത്തുനിന്ന് കൊട്ടേഷൻ റേറ്റ് പറഞ്ഞു കേട്ടു. ഇനി പണി തുടങ്ങിയ? സത്യത്തിൽ അവള് കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാനൊരു ഭയങ്കര സംഭവം വിചാരിച്ചോട്ടെ. അച്ചായൻ്റെ ഒരു ബുദ്ധി. ആ, ബീഫ് ഒലത്തിയതാ. ഓ, എന്റെ അച്ചായ ഇവളുടെ ബീഫ്. അതെ 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 അതെ. നമ്മുടെ പെങ്കൊച്ച് പുട്ടും കടലയും കഴിക്കുക. എന്റെ അച്ചായ ഇവളുടെ പുട്ടും കടലയും. ഒന്ന് പോ സാവുച്ചായ. അനമേ, അച്ചായനെ കുറിച്ച് ഒരു നല്ല 4 ഡയലോഗ് അവരുടെ അടുത്ത് കാച്ചേക്കണം. അവരൊന്ന് റൊമാൻറ്റിക് ആവട്ടെ. ഇപ്പോഴേ ആണെന്നാ എനിക്ക് തോന്നുന്നു. അച്ചായനോട് ഇഷ്ടമുള്ളത് കൊണ്ടാ അച്ചായൻ കൂടെ വരണമെന്നാ കൊച്ചു പറഞ്ഞത്. ശരിയാ. ഇഷ്ടമുള്ള പുരുഷന്റെ കൂടെ ഒരു പെണ്ണ് പോകത്തുള്ളൂ. അല്ല അച്ചായ? ഒന്ന് പൊടി കൂടകള്ള. നിന്റെ ബുദ്ധി ഭയങ്കരമാണല്ലോടാ. സംഗതി സൂപ്പർ ആയിട്ടുണ്ട്. ഇതേക്കും സാംസൺ അച്ചായൻ എന്ന് പറഞ്ഞ ആരാ? മുത്ത്. ആ മുത്തിന്റെ കൂടെ മാടം കൂടെ കൂടുമ്പോ മുത്തോട് മുത്ത്. മാടത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാ മാടത്തിനോട് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. ദേ, ഇഷ്ടമുള്ള പെണ്ണിനെ പുരുഷൻ കൂടെ കൊണ്ടു നടക്കൂ. എന്റെ കൈ പിടിച്ച് സാവിച്ചാന് കൊടുത്തതേ അച്ചായനാ. അന്ന് വന്നപ്പോൾ പറഞ്ഞു മാടത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. അച്ചായന്റെ മനസ്സ് മുഴുവൻ മാടത്തിനുള്ള സ്നേഹമാ. കഴിഞ്ഞ ആഴ്ച അല്ല, ഞായറാഴ്ച, ഈ ആഴ്ച. പനി എങ്ങനെയുണ്ട്? ആ നെറ്റിലോട്ടൊന്ന് കൈവച്ച് നോക്കച്ചായ. ഒന്ന് നോക്കിയേ. അച്ചായ നോക്കിയാലല്ലേ ചൂടറിയുള്ളൂ. നോക്ക്. ഈ അച്ചായന്റെ ഒരു നാണം വേണം. അന്യൊന്നും അല്ലല്ലോ. അങ്ങോട്ട് നോക്കച്ചായ. അങ്ങോട്ട് നോക്കച്ചായ. നോക്കല്ലേ? ചൂടുണ്ടോ? സൂക്ഷിച്ചു നോക്കിയാ ചൂടുണ്ട്. ഇതാരാ? ഗുച്ചപ്പേടോ? അന്നമ്മേ, സുബേറാ. കൂടെ ആടുണ്ട്, ചെമ്പുണ്ട്. അച്ചായൻ ഇന്ന് അന്നമ്മയുടെ വക ആട് ബിരിയാണി. എന്റെ അച്ചായ ഇവളുടെ ആട് ബിരിയാണി. ഇന്നലത്തെ സെക്കൻഡ് ഷോ കളക്ഷനാ. സെക്കൻഡ് ഷോ? ആ, ആൾക്കാർ സെക്കൻഡ് ഷോ കാണാൻ പോകുന്ന നേരത്തെ മോഷണം. വീട്ടിലാരും കാണില്ല. അത് ശരിയാ. ഇതുപോലെ പണ്ട് ടി വിയിൽ ഷക്കീലായുടെ പാതിരാപ്പടം ഉണ്ടായിരുന്ന കാലത്ത് നല്ല ഗോളായിരുന്നു. പെരക്കി തീ പിടിച്ചാൽ പോലും ആളുകൾ ഇരിക്കുന്നിടത്ത് അനങ്ങത്തില്ല. ടി വിക്കാരാത് നിർത്തിയോടെ ആ ഗോളും പോയി. എവിടെ സാബു? അല്ല, ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എങ്ങോട്ടാണാവോ പോയത്? നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. അവനൊന്ന് രാവിലെ വെട്ടിയെടുത്തതേ ഒരു സർക്കാർ ദിവസത്തിന്റെ കാലാ. അയ്യോ, അതൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ആരാടാ നീ? ഏതാടാ ഇവള്? അയ്യോ, ഞങ്ങൾ ഗസ്റ്റാ സാറേ. അതിഥി ദേവോ ഭവ. ഇവന്മാരുടെ ഒക്കെ പണിയെന്നായിരിക്കും നിനക്കും അല്ലടാ? സർ, ഇവിടെ ആരുമില്ല, എല്ലാരും ഓടിക്കളഞ്ഞു. മടിയിലിട്ട് വളർത്തിക്കോ നീ അവനെ. എവിടെ ഒളിച്ചാലും ഞാൻ അവനെ പൊക്കും. അത് കഴിഞ്ഞ് നിന്നെ. അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ സാറേ? അന്നമ്മയെ പൊക്കൊന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതിന് തിളപ്പിച്ച വെള്ളത്തിൽ അവർ തന്നെ കുളിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സാറും വെറുതെ തിളപ്പിക്കാൻ നിൽക്കണ്ട. ചെല്ലേ. വാടോ. സാബുച്ചായോ? എന്തോ? സാബു എവിടെ? എടാ സാബു, ഈ ഒടുക്കത്തെ ബുദ്ധി ആരുടെയാണ്? ഒക്കെ അന്നമ്മയുടെ അച്ചായ. ഓ, ചേടത്തി അന്നമ്മയല്ല, പൊന്നമ്മയാ. പൊന്നമ്മ സാബു. ഞാനിനി ഇവിടെ ഒന്ന് ഒരാഴ്ച നിൽക്കാൻ പോവുക. ഇതിനൊക്കെ ചേടത്തി എനിക്കൊരു സ്റ്റഡി ക്ലാസ് എടുക്കണം. എടാ കുഞ്ഞെ, നീ ചേച്ചിയുടെ ബാഗ് ഒന്നും ഞങ്ങൾ പോയേക്കുവാ. അതൊന്ന് പോക്കച്ചായ. നമ്മൾ വിശാലായിട്ടൊന്ന് കൂടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ പോയി. ഒരുപാട് ദൂരം പോകണം. പോണ വഴി നമ്മുടെ ദാസന്റെ വീട്ടിലൊന്ന് കയറണം. എടാ, ഞങ്ങളാ ബസ് സ്റ്റോപ്പിലൊന്ന് ഇറക്കണം. നീ വരണ്ട. പോണ വഴി ആ എസ് ഐ എങ്ങാനും കണ്ടാലോ? ചെല്ലടാ. രണ്ടുപേരും ഒന്ന് ചേർന്ന് നിന്ന്. ദീർഘസുമംഗലി ഭവ. എന്തെങ്കിലും വിശേഷം ഉണ്ടെ അറിയിക്കണേ. എനിക്ക് ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്ത.
അച്ചായൻ്റെ വീട്ടിലേത് വണ്ടിയാ? വണ്ടിയോ? എൻ്റെ വീട്ടിലോ? എൻ്റെ കുഞ്ഞെ, ഇക്കാലത്ത് പെട്രോൾ വിലയ്ക്ക് ആരെങ്കിലും കാശ് കൊടുത്ത് വണ്ടി വാങ്ങിക്കുമോ? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരുപാട് ഉണ്ണാക്കന്മാർ മുറ്റം നിറയെ വണ്ടി വാങ്ങിച്ചിട്ടുണ്ടാവും. നമുക്ക് വണ്ടി എടുക്കണം എന്ന് തോന്നുമ്പോൾ അതിലേതെങ്കിലും ഒരു വണ്ടി അടിച്ചു മാറ്റുക, ഓടിക്കുക. എന്നിട്ട് പെട്രോൾ തീരുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ മാറ്റി നിർത്തുക, നടന്നു പോകുക. അപ്പോൾ വണ്ടി ഓടിച്ച സന്തോഷം നമുക്ക്, നഷ്ടപ്പെട്ട വണ്ടി കണ്ടുപിടിച്ച സന്തോഷം പോലീസുകാർക്ക്, കാണാതെ പോയ വണ്ടി തിരിച്ചു കിട്ടിയെന്ന സന്തോഷം ഉടമസ്ഥന്. അങ്ങനെ എത്രയോ പേർക്ക് ആ സന്തോഷം കിട്ടുന്നത്. നമ്മൾ കാശ് കൊടുത്ത് വണ്ടി മേടിച്ചാൽ ഈ സന്തോഷം ആർക്കെങ്കിലും കിട്ടുമോ? ഇല്ല. അതുകൊണ്ടാണ് ഇതിന് പ്ലഷർ ട്രിപ്പ് എന്ന് പറയുന്നത്. ഗുളിക കഴിച്ചായിരുന്നു? തല്ലു മേടിക്കുന്ന കൊച്ചിനേതാ? അവൻ ഇവിടുത്തെ ഒരു ബ്ലേഡാ, ജോയ്. അല്ലെന്ന് ഇവിടുത്തെ ഒരു കിഡു, ചമ്പൻ സുനിൽ. നമ്മുടെ സാബുവിന്റെ ശത്രുവാ. ഇടപെട്ടാ വല്ലതും കിട്ടുമോ? ഇടപെട്ട് നോക്ക്. നോക്കാല്ലേ? ജോയ്മോനെ, സാമച്ചായം വന്നടാ. എഴുന്നേറ്റ് എഴുന്നേറ്റ്. എന്റെ കുഞ്ഞിനെ തല്ലി പഞ്ചറാക്കി കളഞ്ഞല്ലോടാ. വന്നേ, സാമച്ചായം ചോദിക്കട്ടെ. എന്നതാ പ്രശ്നം? എന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം പലിശയ്ക്ക് മേടിച്ചതാ. ചോദിക്കാൻ ചെന്നപ്പോഴേക്കും അടി. കിട്ടാനുള്ള കാശ് മേടിച്ചു തരാം. മേടിച്ചടി തിരിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാ തരും? എന്തും തരും. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്റെ കുഞ്ഞ് വന്നാട്ടെ. ആരാടാ എന്റെ കുഞ്ഞിനെ തല്ലിയത്? ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയോ? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? കേട്ടില്ലായിരുന്നു? ജോയ്മോന്റെ സാമച്ചായ. മേടിച്ചാ കൊടുക്കണം, അല്ലെങ്കിൽ എന്നതിലും പറ്റിയായിരുന്നു. സൂക്ഷിച്ചോണേ.